ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും ഇന്ന് ഏവരെയും നൽകുക. ജീവിതാരോഗ്യമാണല്ലോ വിഷയം. ജീവിതം ആരോഗ്യകരമാകണമെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ഒഴുക്ക് പരിക്കില്ലാതെ, നമുക്ക് മാത്രം പരിക്കില്ലാതായ പോലെ മറ്റുള്ളവർക്കും, നാം ആരെയൊക്കെ തട്ടിത്തലോടി പോകുന്നു അവർക്കും പരിക്കില്ലാതെ. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അസാധകരുടെ ഒരു സംഗമം ഉണ്ടായപ്പോൾ ചിറ്റൂർ വിജയേട്ടനെ അദ്ദേഹം പറഞ്ഞൊരു വാക്യം വെച്ചിട്ട് ഞാൻ കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോ ചെയ്തു. ഗുരുവിന്റെ ആദ്യ ശിഷ്യന്മാരിൽ ഒരാളാണ്. അപ്പോ അദ്ദേഹത്തിന്റെ മറ്റൊരു വാക്യം അദ്ദേഹം എനിക്ക് തന്ന എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാക്യം സ്ട്രൈക്ക് ചെയ്തു. വളരെ സിമ്പിളാണ്, പക്ഷെ ഒരുപാട് ചിന്തിക്കാനുണ്ട് അതിന്. അപ്പൊ അതൊന്ന് പങ്കിടാമെന്ന് വെച്ചു. അത് പറയുന്നത് ഈ വിധമാണ്: calm rivers flow around obstacles to reach their destination. ശാന്തമായ നദി തന്നെ തടയുന്നവയെ ഇടിച്ചു പൊളിക്കാറില്ല, തലോടി വളഞ്ഞ് വഴിമാറി പോകുകയുള്ളൂ. എത്ര സുന്ദരമായ മധുരമായ ഒരു ചൊല്ലാണ്. ശാന്തമായി ഒഴുകുന്ന, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ശാന്തമായി ഒഴുകുന്നവ ആരെയും ഉപദ്രവിക്കാറില്ല, സ്വയം മേലെ തട്ടിക്കാറുമില്ല. അപ്പോ നമ്മളിതിനു മുമ്പ് പലതവണ ലൈഫ് ഡൈനാമിക്സിനെ കുറിച്ച് സംസാരിച്ചു. ജീവിതത്തിന്റെ ചലനാത്മകത, പ്രപഞ്ചത്തിന്, പ്രപഞ്ചബോധത്തിന്, പ്രപഞ്ചദ്രവ്യത്തിന് ഒക്കെ തുലനം ചെയ്ത് നിൽക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. ആ പ്രവണതയിലാണ് സത്യത്തിൽ യൂണിവേഴ്സൽ ഡൈനാമിസം, പ്രാപഞ്ചിക ചലനാത്മകത മുൻപോട്ട് പോകുന്നു. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും ഈ സ്വഭാവം സിദ്ധിച്ചിട്ടുമുണ്ട്. ഇപ്പൊ വെള്ളം രണ്ട് തട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഉയർന്ന തട്ടിൽ നിന്ന് താഴേക്ക് ഒഴുകി അവ സമീകരിക്കുന്നത് വരെ ഒഴുകും. അത് കഴിഞ്ഞാൽ പിന്നെ ഒഴുക്കുണ്ടാവില്ല. അപ്പോ ഇത് പെട്ടെന്ന് ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോ ഒക്കെ കൂടെ തെറിപ്പിച്ച് എല്ലാം കൂടെ പോയെന്ന് വരും. എന്നാൽ പ്രപഞ്ചചലനം ഒരു തുടർച്ചയായി സംഭവിക്കുന്ന സമയത്ത് ഈ ഒഴുക്കിന് വേഗമൊന്നും ഉണ്ടാവില്ല. ഇപ്പോ വയനാട്ടില് ഈ ദുരന്തമുണ്ടായതിന്റെ കാര്യം എന്താ വെച്ചാൽ, ഖരാമേഘങ്ങളുടെ വിസ്ഫോടനം ഉണ്ടായപ്പോ ആ വെള്ളം മണ്ണിനകത്തേക്ക് ഇറങ്ങി അവിടെ ഭാരം കൂടി ചരിഞ്ഞ പാറയുടെ ചരിഞ്ഞ പ്രതലത്തിന്റെ മുകളിലാണ് മണ്ണ് നിന്നത് എന്നതുകൊണ്ട് അതൊക്കെ കൂടെ ഒഴുക്കി താഴെ കൊണ്ടുവന്നതാണ്. ആവശ്യത്തിന് മരങ്ങളും ആവശ്യത്തിന് അടിയൊഴുക്കുകളും എല്ലാം ഉണ്ടായിരുന്ന സഹജമായ ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതുണ്ടാവില്ലായിരുന്നു. നമ്മൾ സാമൂഹ്യ വനവൽക്കരണത്തിന്റെയും മറ്റു പല പേരുകളിലും ഈ മണ്ണിന്റെ അടിയിലുള്ള ആ ഒരു ജാലികയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം ഒഴുകുകയല്ല, നടക്കുകയാണ് വേണ്ടതെന്നൊരു ചൊല്ലുണ്ട്. വെള്ളം മരത്തിന്റെ മുകളിൽ വീണ് മരത്തിലൂടെ ഊർന്ന് പതുക്കി ഇറങ്ങി മണ്ണിനെ ഒഴുക്കിക്കളയാതെ, അവിടുത്തെ ജീവജാലങ്ങളെ ഒന്നും നശിപ്പിക്കാതെ, സൂക്ഷ്മ ജൈവ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കാതെ പതുക്കെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി അതിലൂടെ മണ്ണിനകത്ത് അത് സംഭരിച്ചു വെച്ച് അത് പതുക്കെ പാറയുടെ ചരിവുകളിലൂടെയൊക്കെ, താഴെയുള്ള പാറയുടെ ചരിവുകളിലൂടെയൊക്കെ ഒഴുകി ചെറിയ അരുവികളായി, അരുവികളിൽ നിന്നും തോടുകളിലേക്കും, തോടുകളിൽ നിന്നും നദികളിലേക്കും, നദിയിൽ നിന്നും അത് സമുദ്രത്തിലേക്കും പോകുന്ന പതുക്കെയുള്ള ഒരു ഒഴുക്ക്. ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ പോരും. മൊത്തത്തിൽ ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഈ മണ്ണിനെയും തള്ളി പാറയെയും തള്ളി ആ പ്രദേശത്തുള്ള മുഴുവതിനെയും തള്ളി അങ്ങ് കൊണ്ടുപോകും. അതാണ് വയനാട്ടിൽ സംഭവിച്ചത്. ഇതിനൊരു ഒരു വേഗമുണ്ടല്ലോ. അത് ഒരു മൊത്തം സംവിധാനത്തിന്റെ എന്നുവെച്ചാൽ മുകളിൽ ഘനമേഘങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ആഗോളതാപനം പോലുള്ള കാര്യങ്ങൾ വരെയുള്ളത് വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു സംവിധാനത്തിന്റെ താളം തെറ്റലിലാണ് ഈ ഘനമേഘങ്ങൾ ഉണ്ടായതും പൊടുന്നനെയുള്ള മഴയുണ്ടായതും പൊടുന്നനെയുള്ള മഴയ്ക്ക് അതിനെ താങ്ങി നിർത്താൻ പാകത്തിൽ മരങ്ങളില്ലാതെ പോയത് കൊണ്ടും മണ്ണില്ലാതെ പോയത് കൊണ്ടും ഒക്കെ കൂടെ ഒഴുകി താഴെ വരികയും ചെയ്തു. അതായത് മൊത്തത്തിൽ ഇവയെല്ലാം തുലനം ചെയ്ത് നിർത്താനുള്ള ഒരു സംവിധാനം പ്രകൃതിയിലുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം ബോധ സംവിധാനത്തിലുണ്ട്.
അപ്പോ പൊടുന്നനെയുള്ള ഏതൊരാവേശവും, പൊടുന്നനെയുള്ള ഒരു കാഴ്ചയും, പൊടുന്നനെയുള്ളത് ഏതും വിജയിക്കുകയും അതിന് തട്ടിത്തെറിപ്പിക്കാനാണ് തോന്നുക, തട്ടിത്തെറിപ്പിക്കാനുള്ള പ്രവണത ഉണ്ടാവുക. അപ്പൊ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് തട്ടിത്തെറിപ്പിച്ച് പോകുവാനുള്ള പ്രവണതയുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു അപാകമുണ്ട്. നമ്മൾ ഈ ആധുനിക കാലത്ത് കൺസ്യൂമറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് കോർപ്പറേറ്റുകളൊക്കെ വികസിക്കുന്നത് ഈ തട്ടിത്തെറിപ്പിക്കുന്ന സംവിധാനങ്ങളാണ്. പുതിയ ചില സങ്കേതങ്ങൾ വരുന്നു, പുതിയ ചില മാനങ്ങൾ വരുന്നു. അതുപയോഗിച്ചുകൊണ്ട് മുമ്പിൽ വരുന്ന പ്രകൃതിയുടെ സ്വാഭാവിക ഒഴുക്കിനെ മുഴുവൻ തട്ടിത്തെറിപ്പിച്ച് തകിടം പറപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഇതിന്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്നത് പോലെയാണ്. മനുഷ്യകുലത്തിന്റെ, ജീവകുലത്തിന്റെ തന്നെ സുസ്ഥിതി നഷ്ടമാകുന്ന രീതിയിലാണ് അത് സംഭവിക്കുക. വിജയേട്ടൻ പറഞ്ഞ കാര്യം ഇതാണ്: ഒരു നദിയും അതിന്റെ മുന്നിലുള്ള പാറയെ ഇടിച്ചു പൊളിക്കാറില്ല. പകരം പാറയിലൂടെ ഒഴുകി 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 പാറയ്ക്ക് തന്നെ ഒരു വഴുവഴുപ്പ് വരും. ആ സമയത്ത്, ആ വഴുവഴുപ്പ് വരുന്ന സമയത്ത് അവിടെ തേയ്മാനം സംഭവിക്കുന്നവ മണൽത്തരികളായി, മൃദുലമായ മണൽത്തരികളായിട്ട് പുഴയുടെ ഓരങ്ങളിൽ കെട്ടിക്കിടക്കുകയും ചെയ്യും. ഒരു തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തെ തള്ളി മാറ്റുന്നതിന് പകരം പതുക്കെ അതിന്റെ വശത്തുകൂടെ ഒഴുകി അത് മുൻപോട്ട് പോവുകയാണ് ചെയ്യുക. എന്നോട് അദ്ദേഹം പറഞ്ഞത്, നീ ഒരിക്കലും മുൻപിലുള്ളത് ഇടിച്ചു പൊളിക്കാൻ നോക്കരുത്, പകരം ഇപ്പോഴുള്ള ഒഴുക്ക് വലത്തോട്ട് ഒഴുകേണ്ടാണെങ്കിൽ വലത്തോട്ട് ഒഴുകുക, ഇടത്തോട്ട് ഒഴുകേണ്ടാണെങ്കിൽ ഇടത്തോട്ട് ഒഴുകുക, തിരിച്ച് പഴയയിടത്തേക്ക് തന്നെ എത്തിക്കോളും. കാരണം ഉയർച്ചയിൽ നിന്നും താഴ്ചയിലേക്ക് ആണല്ലേ ഒഴുക്ക്. അറിവിന്റെയും അഹങ്കാരത്തിന്റെയും ഉയർച്ചയിൽ നിന്നും താഴ്ചയിലേക്ക് ഒഴുകുന്ന സമയത്ത്, നാം ഡൗൺ ടു എർത്ത് ആവുന്ന സമയത്ത്, ഭൂമിയിലേക്ക് ആകുന്ന സമയത്ത്, നാം നമ്മുടെ സഹജമായ അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒഴുക്ക് തന്നെയല്ലേ സംഭവിക്കുന്നത്. നമ്മുടെ മുന്നിലുള്ളവയെ അടഞ്ഞ് തവിടുപൊടിയാക്കി പോകേണ്ടതുണ്ടോ? വളരെ പതുക്കെ അവയുടെ സമീപത്തുകൂടെ അവയെ തൊട്ടു തലോടി അവയുമായി സന്ധി, നമ്മൾക്ക് തടസ്സം ചെയ്യാൻ വന്നവയോട് സന്ധി സ്ഥാപിച്ചുകൊണ്ട്, അവയിലും മിനുസം ഉണ്ടാക്കിക്കൊണ്ട്, അവയ്ക്കും സാന്ത്വനം നൽകിക്കൊണ്ട്, അവയുടെ പരിസരത്തുകൂടെ പതുക്കെ വളഞ്ഞൊഴുകുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെ ഈ വലിയ ആഘാതങ്ങൾ ഉണ്ടാവില്ല, വലിയ ശബ്ദങ്ങൾ ഉണ്ടാവില്ല, വലിയ ജീവഹാനി ഉണ്ടാവില്ല, ഹിംസ ഉണ്ടാവില്ല. ഒന്നുമില്ലാതെ വളരെ പതുക്കെ അതിനകത്തുകൂടെ ഇങ്ങനെ ഒഴുകി, അതിന്റെ വശത്തുകൂടെ ഒഴുകി, എപ്പോഴെങ്കിലും നാം ഈ തടസ്സത്തിനും അപ്പുറത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് തിരിച്ച് പഴയ വഴി വരാൻ കഴിയും. നാം വരേണ്ടത് എവിടേക്കാണെന്ന് പ്രകൃതിക്കറിയാം, നാം ഏത് പരപ്പിലേക്കാണ് ഒഴുകേണ്ടതെന്ന് പ്രകൃതിക്കറിയാം. ആ ഒഴുക്കിലേക്ക് നിന്നു കൊടുത്താൽ പോരെ. അതിനകത്ത് നമ്മുടെ ധാർഷ്ട്യവും നമ്മുടെ അറിവും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവയെ മുഴുവൻ ഇല്ലാതാക്കേണ്ടതുണ്ട്. നമ്മുടെ ശ്വാസതാളത്തിൽ മുതൽ, നമ്മുടെ ചിന്തയുടെ താളത്തിൽ മുതൽ, നമ്മുടെ ജീവിത താളത്തിൽ മുതൽ, നമ്മുടെ എല്ലാ മുന്നൊഴുക്കുകളിലും ഈ ഇടിച്ചു പൊളിക്കായികയുടെ ശ്രദ്ധ, അഹിംസാത്മകമായ ഒരു ഒഴുക്ക് നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ ജീവിതം അതിന്റെ സമ്പൂർണമായ സൗന്ദര്യാത്മകമായ ഒരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ചെന്നെത്തുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കൈവരുന്ന സ്വാസ്ഥ്യം തന്നെയല്ലേ നമ്മുടെ സാക്ഷാത്കാരം എന്നത്. ഈ സാക്ഷാത്കാരത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ ഡീപ്പ് ഇക്കോളജിക്കൽ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ ഇവിടെയാണ് ഉണ്ടാകുന്നത്. നമുക്ക് ചുറ്റുമുള്ള പ്രാപഞ്ചിക സംവിധാനത്തോട് ചേർന്നിണങ്ങി അവയുടെ മൂല്യങ്ങളെയും അറിഞ്ഞുകൊണ്ട്, അതിനെ ആദരിച്ചുകൊണ്ട്, ആ ആദരവോടുകൂടി മുന്നിൽ കാണുന്ന സർവ്വതിനെയും ആദരിച്ചുകൊണ്ട്, ആ ആദരവോടുകൂടി തന്നെ മുൻപോട്ട് ഒഴുകുന്നൊരവസ്ഥ. ആ ഒഴുക്കിൽ ചിലപ്പോൾ ചിലയിടത്ത് കുറച്ചു നേരം നിൽക്കേണ്ടി വരും, ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് ബോധ്യമാകും. ആ ബോധ്യത്തിലും വലിയൊരു അറിവ് എന്താണുള്ളത്. അപ്പോ നമ്മുടെ ഒഴുക്ക്, ജീവിതത്തിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് ഒന്നിനെയും തട്ടിമാറ്റാനുള്ളതാകട്ട, പകരം നമ്മുടെ ജീവിതത്തിന്റെ ഒഴുകുക എന്ന ധർമ്മത്തിലൂടെ പോവുകയാണ് വേണ്ടത്. ജീവിതത്തെ അറിയാൻ ജീവിതമായിരിക്കുകയാണ് വേണ്ടത്. അതിലേക്കുള്ള ശ്രദ്ധ സുസ്ഥിര സമൂഹത്തിലെ മുഴുവൻ പേർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.